ഗ്രാമർ പോർഷൻ ആയിരുന്നു. അതിൽ നമ്മൾ ഒട്ടുമിക്ക ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിലെ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമാണ്. അതായത് ഇതുവരെ നമ്മൾ അതിന്റെ ഫസ്റ്റ് ടൈമിൽ അതിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യയങ്ങൾ എടുത്തു, കാക്കിക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം, സേമേ അങ്ങനെയൊക്കെ അതിന്റെ അർത്ഥങ്ങളെല്ലാം പഠിച്ചു. അതിനുശേഷം നമ്മൾ അതിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന്, ടെൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അതും പഠിച്ചു. അതെങ്ങനെയാണ് പ്രായോഗികമാക്കാം എന്നുള്ള സംഭവം പഠിച്ചു. അതിൽ തന്നെ പ്രവർത്തികൾ, അതായത് ഈ പ്രവർത്തികൾ എത്ര തരമുണ്ടെന്നും അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും എന്നുള്ള ആ ഒരു ട്രിക്സ്, ഐഡിയാസ് നമ്മൾ പഠിച്ചു. 2 അക്ഷരമുള്ള പ്രവൃത്തികൾ വന്നു കഴിഞ്ഞാലും 3 അക്ഷരമുള്ള പ്രവൃത്തികൾ വന്നു കഴിഞ്ഞാലും അത് എങ്ങനെ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ പഠിച്ചു. ഈ ഓരോ പ്രവൃത്തികളെയും ഭൂതകാലത്തിലേക്ക്, വർത്തമാനകാലത്തിലേക്ക്, അതുപോലെ തന്നെ ഭാവി കാലത്തിലേക്ക് എങ്ങനെയെല്ലാം നമുക്ക് മാറ്റാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചെടുത്തു. അതായത് ടോട്ടലി നമ്മൾ ഗ്രാമർ പോർഷൻ എടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് പ്രാക്ടീസ് ചെയ്യുക എന്നാണ്. അപ്പോ ഇനി നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഡീപ്പായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്യാം. അത് കൂടാണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാനുള്ളത് എക്സാമിന് വരുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അതായത് ഈ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാകൂല. ഏതൊക്കെയാണ് ആ 4 പ്രധാനപ്പെട്ട 4 5 കാര്യങ്ങൾ വരുന്നുണ്ട്, 5 ചോദ്യങ്ങൾ. ഡയറി, പിന്നെന്താണ്, പട്കഥ വരുമോ? പട്കഥ വരും, എന്തായാലും ഉണ്ടാവും. ഡയറി, പട്കഥ 2 എണ്ണമായി. ഇനിയോ സംഭാഷണം. സംഭാഷണത്തിന് ഹിന്ദി എന്താണ്? വാർത്താലാപ്. അത് കൂടാണ്ട് മറ്റൊരു വാക്ക് എന്താണ് സംഭാഷണത്തിന് പറയാ? മറ്റൊരു വാക്ക്, അതായത് വാർത്താലാപ് അല്ലാത്ത മറ്റൊരു വാക്ക് ഏതാണ്? അറിയോ? നോ സർ, അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് എഴുതിയൊക്കെ അവിടെ, ബാത്ചീത്ത്. ബാത്ചീത്ത് എന്ന് എഴുതിയേക്കുക. ഒന്ന്, സംഭാഷണത്തിന് മറ്റൊരു അർത്ഥം വരുന്ന. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും, ഇവര് തമ്മിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണോ അവർ തമ്മിൽ ബാത്ചീത്ത് എഴുതുക എന്നായിരിക്കും. അപ്പൊ ബാത്ചീത്ത് എന്ന് കണ്ടു കഴിഞ്ഞാല് അതിനിപ്പോ സംശയം തോന്നാൻ പാടില്ല, എന്താണത്, സംഭാഷണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ അത് എഴുതിയേക്കുക. സംഭാഷണത്തിന്റെ മറ്റൊരു പേരാണ് ബാത്ചീത്ത്. അത് കൂടാണ്ട് വേറെന്താ പറയാ, വാർത്താലാപം എന്നും സാധാരണ രീതിയിൽ ഇതിനെ പറയാറുണ്ട്. വാർത്താലാപം രണ്ടിന്റെ അർത്ഥം എന്താ വരുന്നത്, സംഭാഷണം. പിന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ, ഒന്ന് പട്കഥാക്ക ദൃശ്യം എന്ന് പറഞ്ഞു, പട്കഥാക്ക ദൃശ്യം, പട്കഥയുടെ ദൃശ്യം, ഇരക്കഥയുടെ ഒരു ദൃശ്യം. തിരക്കഥയുടെ ദൃശ്യം. പിന്നെ പത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കത്ത്. പിന്നെ ഉണ്ടാവല് ടിപ്പണി. ടിപ്പണി ആസ്വാദനക്കുറിപ്പ്. 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 പിന്നെ ഉണ്ടാവല് അഞ്ചാമത്തത് ഏതാണ്, ബാത്ചീത്ത, വാർത്താലാപ്, പട്കഥ, പത്ര, ഡയറി. കേട്ടില്ല. ക്ലാസ്സിലല്ല, ഇവിടെയുള്ള കാര്യമല്ല അല്ലെ? ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് ബാത്ചീത്ത്, അതിന്റെ മറ്റൊരു പേരാണ് വാർത്താലാപ്.
പിന്നെ വാർത്താലാപിന് മറ്റൊരു പേരാണ് ബാത്ചീത്ത് എന്ന്. രണ്ടാമത്തെ പട്കഥ കാ ദൃശ്യം, തിരക്കഥയുടെ ഒരു ദൃശ്യം. പത്രം എന്ന് പറഞ്ഞ കത്ത്. ടിപ്പണി ആസ്വാദന കുറിപ്പ്. ടിപ്പണിക്ക് നമ്മൾ എന്താ പറയാ മറ്റൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. അതെന്താണ് അതിനകത്ത് ഇവിടെ ഒന്നും കൂടി എഴുതിയിരിക്കുന്നുണ്ട്. ടിപ്പണിക്ക് മറ്റൊരു അർത്ഥം വരുന്നത് ആശയ് എന്നും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാമിന് കാണാൻ ചാൻസ് ഉണ്ട്. ആശയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കാണാം എന്താണ് ഇസ് കവിതാക്ക ആശയ ലിഖ്യ എന്നുണ്ടാവും. ഈ കവിതയുടെ ആശയം എഴുതുക എന്നായിരിക്കും. ചിലപ്പോൾ കാണാൻ എന്താണ് ഈ കവിത ഇസ് കവിതക്ക് ടിപ്പണി ലിഖ്യ എന്നായിരിക്കും. അപ്പൊ രണ്ട് ക്വസ്റ്റ്യനിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആസ്വാദന കുറിപ്പാണ് എഴുതേണ്ടതെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞു ഡയറി എന്നുള്ളത്. ഈ 5 കാര്യം നിങ്ങൾ മറക്കരുത്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഇതിനെ നിങ്ങൾ ഒന്ന് എണ്ണി നോക്കുക. എങ്ങനെയാണ് 4, 8, 12, 16, 20 ഈ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 20 മാർക്ക് ലഭിക്കും. അപ്പോ ഇത് എങ്ങനെയാണ് എഴുതുക നമുക്കൊരു ഐഡിയ ഉണ്ട്. പൊതുവെ നമ്മൾ ഇതിനു മുന്നേ എഴുതി പരിചയമുണ്ട്. പക്ഷെ ഏത് ഡയറി വന്നു കഴിഞ്ഞാലും, ഏത് വാർത്താലാപം വന്നു കഴിഞ്ഞാലും, ഏത് പട്കഥയുടെ ദൃശ്യം വന്നു കഴിഞ്ഞാലും, ഏത് കത്ത് വന്നു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് അതിൽ എഴുതാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടാവും. അതായത് കണ്ണും പൂട്ടി നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ എത്ര ചാപ്റ്റർ എടുത്തു ടോട്ടല്? ആദ്യത്തെ 3 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞോ ഫസ്റ്റ് യൂണിറ്റില്? ഹലോ, TV ഇത് രണ്ടും ഉൽബനി തീം എടുത്തോ? അതും ടിവിയും എടുത്താണ്. ടി വി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി പക്ഷി ഓർ ധീമക്കാണ് എടുക്കാനുള്ളത് അല്ലേ? യെസ് സർ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നമുക്ക് ഇന്ന് ആ ചാപ്റ്റർ ആരംഭിക്കാം, പക്ഷി ഓർ ധീമക് എന്നുള്ളത്. കേട്ടോ, എല്ലാവരും ആ ചാപ്റ്ററിന് എടുത്തേക്കുക. എന്നിട്ട് തലക്കെട്ട് നോട്ട് ബുക്കിൽ എന്ത് ചെയ്യുക പക്ഷി ഓർ ധീമക് എന്ന് തലക്കെട്ട് കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്താ വരുന്നത്? പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പക്ഷിയാണ്. അവർക്ക് 2 അർത്ഥം വരുന്നുണ്ട്. എന്നുണ്ട്, അതുപോലെ തന്നെ യും എന്നുമുണ്ട്. അപ്പൊ ഇതില് പക്ഷിയും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പക്ഷിയും. ധീമക് എന്ന് പറഞ്ഞാൽ ചിതല്. ചിതല് ചിതല്. അപ്പൊ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ അർത്ഥം എന്തായിരുന്നു? പക്ഷിയും ധീമക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? പക്ഷിയും ചിതലും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യത്തെ 2 പോയിന്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെക്കാറുള്ളത് പോലെ ആദ്യത്തെ 2 പോയിന്റ് ഉണ്ട് പ്രധാനപ്പെട്ട. എന്താണ്? ഇതൊരു കഥയാണ് എന്നുള്ളത്, അതായത് പക്ഷിയും ധീമക്കും എന്നുള്ളത് ഒരു കഥയാണ് എന്ന് മലയാളത്തിൽ പോയിന്റ് എഴുതി വെക്കുക. ഓക്കെ, അതിന്റെ ഹിന്ദി എന്താണ്? പക്ഷി ഓർ ധീമക് ഏക് കഹാനി ഹൈ. താഴെയായിട്ട് ഒരു ഫസ്റ്റ് പോയിന്റ് ഉണ്ട്. പക്ഷി ഓർ ധീമക് എന്നുള്ളത് ഇങ്ങനെ നിങ്ങളെ പേര് എഴുതാം ഇവിടെ. പക്ഷി ഓർ ധീമക് ഏക് കഹാനി ഹൈ. പക്ഷി ഓർ ധീമക് പക്ഷി ഓർ ധീമക് ഏക് കഹാനി ഹൈ. ഏക് കഹാനി ഹൈ എന്ന് എഴുതാം. പക്ഷിയും ചിതലും എന്നുള്ളത് ഒരു കഥയാണ് എന്നുള്ളത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നു.
ആദ്യത്തെ പോയിന്റ്. പക്ഷി ഓർ ധീമക്ക് ഏക്ക് കഹാനി ഹെ എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് കൊടുക്കേണ്ടത് എന്താണ്? ഇത് എഴുതിയ ആളാരാന്നുള്ളത്. അപ്പൊ എഴുതിയൊക്കെ എന്താണ്? ഇസ് കഹാനിക്ക് ലേഖക് മുക്തി ബോധ് ഹെ എന്ന് എഴുതി വെക്കുക. എന്താണ് എഴുതിയേക്കേണ്ടത്? ഇസ് കഹാനിക്ക് ലേഖക് മുക്തി ബോധ് ഹെ. ഇത് രണ്ടാമത്തെ പോയിന്റ് ഒക്കെ എഴുതുക. എന്റെ മലയാളം എന്താണ്? ഈ കഥ എഴുതിയ ആള് മുക്തിബോധാണ് എന്ന് എഴുതിയേക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇസ് കഹാനിക്ക് ലേഖക്, ഇസ് കഹാനി के लेखक, लेखकन मुक्ति बोध, മുക്തിബോധ് ഹെ എന്നുള്ളത് എഴുതിയേക്കുക. എന്താണ് എന്റെ അർത്ഥം? എന്താണ് ഇസ് കഹാനിക്ക് ലേഖക് മുക്തിബോധ് ഹെ എന്നുള്ളതിന്റെ അർത്ഥം ഈ കഥ എഴുതിയിട്ടുള്ള ആള് ആരാണ്? മുക്തിബോധാണ്. ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് മുക്തിബോധ് എന്നുള്ളത്. അപ്പൊ രണ്ട് പോയിന്റ് അത് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ എഴുതിയേക്ക്. ആദ്യത്തെ പോയിന്റിന്റെ അർത്ഥം പക്ഷി ഓർ ധീമക് ഏക് കഹാനി ഹെ, പക്ഷിയും ധീമക്കും എന്നുള്ളത് ഒരു കഥയാണ് എന്നാണ് ആദ്യത്തെ പോയിന്റിന്റെ അർത്ഥം. രണ്ടാമത്തെ എന്താണ്? പക്ഷി ഓർ ധീമക് കഹാനിക്ക് ലേഖക് കാ നാം, പക്ഷിയും ധീമക് അതായത് പക്ഷിയും ചിതലും എന്ന് പറയുന്ന അധ്യായത്തിന്റെ ലേഖകന്റെ പേര് എന്താണ്? മുക്തിബോധ് ഹെ എന്നുള്ളത്, മുക്തിബോധാണ് എന്നുള്ളത് എഴുതിയേക്കുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞോ? യെസ് സർ. ഓക്കെ, Yes, sir. ഇനിയിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കഥ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ഒരു ബേസിക് കാര്യം നോളജ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. എന്താണ്? നമ്മള് വീട്ടിലെ കാരണവരായിട്ടുള്ള നമ്മളെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മറ്റു വലിയ ആളുകളോ നമ്മളെ പല കാര്യങ്ങൾ ഉപദേശിച്ച് തരാറുണ്ട്. അതായത് മകനെ അല്ലെങ്കിൽ മകളെ, നീ ആ കാര്യം ചെയ്യരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ അത് ചെയ്ത് ഇങ്ങനെ സംഭവിക്കും, നിനക്കത് ദോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ഉപദേശം എന്ന രീതിയിൽ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും ആ കാര്യം വകവെക്കാറില്ല, മൈൻഡ് ചെയ്യൂല. ഓക്കെ, അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അതായത് വീട്ടുകാരും നാട്ടുകാരും ഉസ്താദുമാരും പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാവരും നമുക്ക് ഉപദേശിച്ചു തരാൻ എന്താണ്? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം അത് ഇന്ന് ഉപയോഗിക്കുമ്പോൾ അതൊരു രസമാണ്, ചിലപ്പോൾ കൂട്ടുകാരും ഒത്തിട്ടുള്ള ഉപയോഗമായിരിക്കാം, അല്ലെ വേറെ സ്വകാര്യ രീതിയിലായിട്ടുള്ള ഉപയോഗമായിരിക്കാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം അതെന്ത് ചെയ്യുന്നു? ശരീരത്തെ അന്ന് ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നത്. ഈ വസ്തുത നമുക്കറിയാം, എന്നിരുന്നാൽ പോലും നമ്മൾ രസമില്ലെന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും പല ആളുകളിൽ എന്താണ് ഇത് കാണാറുണ്ട്. അപ്പൊ അതിനാര് വീട്ടുകാരായിട്ടുള്ള നമ്മളെ കാരണവരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ചെയ്യരുതെന്ന് ഉപദേശിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അവര് കാണേണ്ടത് ചെയ്യും, അല്ലെങ്കിൽ അവര് പറഞ്ഞ വക വെക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. ഇത് ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിലാണ്. അതുകൂടാണ്ട് മറ്റൊരു രീതിയിൽ എന്ത് പറയാം? ഫാസ്റ്റ് ഫുഡ് പോലത്തെ സംഭവങ്ങൾ, അതായത് വീട്ടിലുള്ള ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് താല്പര്യം പുറമെയുള്ള ഫാസ്റ്റ് ഫുഡും മറ്റു പോലത്തെ കാര്യങ്ങളാണ്. പക്ഷെ അമിതമായ രീതിയിൽ ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൂടി പല രീതിയിൽ അസുഖങ്ങൾ വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇത് മരണം വരെ പോകുന്ന അസുഖങ്ങൾ പോലും എന്തുണ്ട്? ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി വരുന്നുണ്ട്. അത്തരത്തിൽ എന്താണ് വീട്ടുകാർ പറയുന്ന ഒരു സംഭവം, അല്ല ഉപ്പ ഉമ്മ അങ്ങനെ കാരണം പറഞ്ഞത് ചെയ്യരുത് എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു കഥയാണിത്. അതായത് ഈ പക്ഷിയും പിന്നെ അതുപോലെ തന്നെ അതിന്റെ അച്ഛനും ഒരുപാട് കാര്യങ്ങൾ, പക്ഷിയുടെ അച്ഛന് പക്ഷിയുടെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ചാപ്റ്റർ എടുക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ പക്ഷി അത് ചെയ്യുന്ന, അതായത് അച്ഛനും പറയുന്നത് അനുസരിക്കുന്നില്ല. എന്നിട്ട് അവനക്ക് ഉള്ളതുപോലെ എന്ത് ചെയ്യുന്നു? ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത്? ഒരു ദാരുണമായിട്ടുള്ള അന്ത്യം. പക്ഷി ചത്തുപോകുന്നതാണ്. അത് വീട്ടിൽ പറഞ്ഞ് കേൾക്കുന്നില്ല. അവസാനം അവർക്ക് സംഭവിച്ചത് എന്താണ്?
മരണമാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് പക്ഷിയും ദീമക്കും, അതായത് പക്ഷിയും ചിതലും എന്നുള്ള പറഞ്ഞ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോ നമുക്ക് ചാപ്റ്റർ ആരംഭിക്കാം. ഈ കഥ തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? ഏക്താ പക്ഷി. എന്താണ് പറയുന്നത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പക്ഷി ഉണ്ടായിരുന്നു. ഏക്ക് എന്ന് പറഞ്ഞ ഒന്ന്, ഥ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ആയിരുന്നു, ഉണ്ടായിരുന്നു, രണ്ടർത്ഥങ്ങളുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ടാകും. പക്ഷി, ഒരു പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലി ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥ. ആ പക്ഷി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? നീലി ആസ്മാൻ മേ, നീല നിറത്തിലുള്ള ആകാശത്തിൽ, ഖൂബ് ഊഞ്ചായി പർ, ഒരുപാട് ഉയരത്തില്. ഹൂബ് ഊഞ്ചായി എന്ന് പറഞ്ഞാൽ, ഹൂബ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഊഞ്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉയരത്തില്, പറന്ന് പറഞ്ഞാൽ ഇല്ലെന്നല്ല. ഉടുത്ത ജാരഹാത്തും, പറന്നു പോവുകയായിരുന്നു. ആ പക്ഷി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം പറഞ്ഞൊരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി നീല ആകാശത്തില് ഒരുപാട് ഉയരത്തിൽ എന്തായിരുന്നു? പറന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ സാത്ത്, അവന്റെ കൂടെ, ഉസ്കെ പിത ഓർ മിത്ര ഭി ഥേ, അവന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉസ്കെ പിത ഓർ മിത്ര, അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു, ആ പക്ഷിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് അവന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളും അച്ഛനും ഒത്ത് വളരെ ഉയരത്തിൽ ആര് പറക്കുകയാണ്? ആ ഒരു പക്ഷി പറക്കുകയാണ്. നമ്മളെ കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ആ പക്ഷി ഉള്ളത്. ഇനി അടുത്ത പാരഗ്രാഫ് എന്താണ്? സബ് ബഹുത് ഊഞ്ചായി പർ ഉടനെ വാല പക്ഷി ഥേ. അപ്പൊ ആ കൂട്ടത്തിൽ എല്ലാവരും വളരെ ഉയരത്തിൽ, സബ് എല്ലാവരും, ബഹുത് ഊഞ്ചായി പർ വളരെ ഉയരത്തിൽ, ഉടനെ വാല പക്ഷി ഥേ പറക്കുന്ന പക്ഷികളായിരുന്നു. അതായത് ആ കൂട്ടത്തിലുള്ള മുഴുവൻ പക്ഷികളും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. താഴ്ന്ന രീതിയിലല്ല, ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉസ്കി നിഗാഹെ ബി ബഡി തേസ് ഥി. അതുപോലെ തന്നെ ഉസ്കി നിഗാഹെ, അവന്റെ, ഏത് നമ്മൾ പറയുന്ന പക്ഷി, നമ്മളെ കഥയിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ആ പക്ഷിയുടെ, നിഗാഹെ, നിഗാഹെ എന്ന് പറഞ്ഞ കാഴ്ച, കാഴ്ച ശക്തി, ഭി ബഡി തേസ് ഥി, ബഡി എന്ന് പറഞ്ഞാൽ വളരെ, തേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശക്തമായിരുന്നു എന്നുള്ളത്. അതായത് വളരെ ഉയരത്തിൽ നിന്നാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും താഴെ നിൽക്കുന്ന വസ്തുക്കളെ പോലും കാണാൻ സാധിക്കും. അത്തരത്തിൽ അവന്റെ കാഴ്ചശക്തി വളരെ എന്തായിരുന്നു? ദൃഢമായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഉനെ ദൂർ ദൂർ കി ഭനക് ഓർ ദൂർ ദൂർ കി മഹ്ക് ഭി മിൽ ജാതി. ഉൻഹെ, അവർക്ക്, ആർക്കെല്ലാം? ഈ പറയുന്ന പക്ഷി, പക്ഷിയുടെ അച്ഛന്, അവന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ആ പക്ഷി കൂട്ടത്തിന് എന്ത് ചെയ്യും? ദൂർ ദൂർ കി ഭനക്, ദൂരെ ദൂരെ വരെയുള്ള കാഴ്ച, അതുപോലെ തന്നെ ദൂർ ദൂർ കി മഹക്, ദൂരെ ദൂരെ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഹക്, സ്മെല്ല്. ഭനക് എന്ന് പറഞ്ഞാല് അവർക്ക് അതിന്റെ ഒരു കാഴ്ച ശക്തി, അതായത് നോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെഹക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് അതിന്റെ സ്മെല്ല്. രണ്ടും ഇവർക്ക് എന്ത് ചെയ്യും? വളരെ ദൂരത്തു നിന്നും തന്നെ ആസ്വദിക്കാനും, സ്മെല്ല് ആസ്വദിക്കാനും, കാഴ്ച കൊണ്ട് എന്താണ് കണ്ടെടുക്കാനും, അത് നോക്കി മനസ്സിലാക്കാനും സാധിക്കും. അത്തരത്തിലുള്ള പക്ഷി കൂട്ടമായിരുന്നു ആ ഇതിലുണ്ടായിരുന്നത്. ഇനി കഥയുടെ തുടക്കത്തിലേക്ക് വരുന്നത് എന്താണ്? ഏക് ദിൻ, ഒരു ദിവസം എന്താ സംഭവിക്കുന്നത്? വഹ് നോജവാൻ പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബേൽഗാഡി കോ ദേഖ് ലേതാ ഹൈ. ആ കൂട്ടത്തിലുള്ള നോജവാൻ പക്ഷി, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി, അതായത് നമ്മൾ പറയുന്ന നമ്മുടെ കഥയിലെ മുഖ്യ കഥാപാത്രത്തിന് ഒരു പേര് വന്നിട്ടുണ്ട്. എന്താണ്? നോജവാൻ പക്ഷി, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി. അവൻ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം ജമീൻ പർ, ഭൂമിയില്, അതായത് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് ഭൂമിയിൽ എന്താണ്? ചൽത്തി ഹുവി ഏക് ബയൽഗാഡി, ബയൽഗാഡി എന്ന് പറയുന്നത് കാളവണ്ടിയാണ്. അപ്പോ നടന്നു നീങ്ങുന്ന ഒരു കാളവണ്ടിയെ, അത് അതുവഴി പോകുന്ന ഒരു കാളവണ്ടിയെ ആര് കണ്ടു? ആ ചെറുപ്പക്കാരനായിട്ടുള്ള നമ്മളുടെ നോജവാൻ പക്ഷി കണ്ടു. ഉസ്മേ ബഡേ ബഡേ ഭരേ ഹുവേ, ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുവേ ഥേ. അതിൽ എന്തുണ്ടായിരുന്നു? ആ കാളവണ്ടിയിൽ എന്തായിരുന്നു? ബഡേ ബഡേ, വലിയ വലിയ എന്തായിരുന്നു? ബോരെ, ബോരെ എന്ന് പറഞ്ഞാൽ ചാക്കുകൾ, കെട്ടിവെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു ഷേപ്പ്, അത് ചാക്ക ഉദ്ദേശിക്കുന്നത്. അത് വളരെ വലിയ വലിയ രീതിയിലുള്ള ചാക്കുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തില്? ആ
കാളവണ്ടിയിൽ. അപ്പൊ ചാക്കിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. गाड़ी वाला चिल्ला चिल्ला कर कहता है, दो धीमक के लो एक पंग दो. ആ കാളവണ്ടിയുമായിട്ട് ഒരാളും കൂടി ഉണ്ട് പോകുന്നത്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാള് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ജോർ ഗാഡി വാല ചില്ലാ ചില്ലാക്കർ, അതായത് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ്? ദോ ധീമക്കെ ലോ ഏക് പങ്ക് ദോ, രണ്ട് ചിതലുകളെ നിങ്ങൾ വാങ്ങിക്കോളൂ. അത് രണ്ട് ചിതലുകൾ നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം, അതിന് പകരമായി നിങ്ങൾ ഒരു തൂവൽ മാത്രം തന്നാൽ മതി എന്ന് പറയുന്നു. അതായത് ഒരു തൂവലിന് പകരം രണ്ട് ചിതലുകൾ, ഒരു ഓഫറാണ്. അപ്പൊ ഇതിങ്ങനെ ഇദ്ദേഹം ഈ കാളവണ്ടിക്കാരനായിട്ടുള്ള ആ ചങ്ങായി എന്ത് ചെയ്യുന്ന ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ കാളവണ്ടിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ ചാക്കിൽ എന്താണ്? ചിതലുകളാണ്. ഓക്കെ, അപ്പൊ അതില് ഈ വരി ഉണ്ടല്ലോ, ദോ ധീമക്കെ ലോ എന്ന് പറയുന്ന ഈ വരി, ഇവിടുന്ന് തുടങ്ങുന്ന വരി ലാസ്റ്റ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആ കാളവണ്ടിക്കാരനെ വിളിച്ചു പറഞ്ഞു പോകുന്ന ഡയലോഗാണത്. പലപ്പോഴും എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്, ഈ ചാപ്റ്ററിന് വരുന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പൊ അത് ആരെ പറഞ്ഞതെന്ന് ഓർത്ത് വെക്കുക. ചില്ലാ ചില്ലാക്കർ ബോല എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആരാണ്? കാളവണ്ടിക്കാരനാണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ ആ സമയത്ത് ഈ ചങ്ങ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഉസ് നോജവാൻ പക്ഷിക്കോ ധീമക്കെ കാ ഷോക് ഥ. അപ്പോ ആ പറക്കുന്ന ആ കൂട്ടത്തിലെ നമ്മുടെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള നോജവാൻ പക്ഷി, ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക് എന്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു? ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇതിൽ പറഞ്ഞ എന്താണ്? നോജവാൻ പക്ഷിക്കോ, നോജവാൻ പക്ഷിക്ക് ധീമക്കോം കാ, ചിതലുകളെ കഴിക്കുന്നതിൽ എന്തായിരുന്നു? ഷോക്ത, വളരെയധികം താല്പര്യം കൂടുതലായിരുന്നു. അത് അവനക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു വസ്തുവാണ്, ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. ഏതാണ്? നമ്മുടെ ഈ ചിതലുകൾ എന്ന് പറയുന്നത്. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते हैं, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. എന്നിട്ട് എഴുത്തുകാരൻ നമ്മളോട് പറയുന്ന, മുക്തിബോധമായിട്ടുള്ള നമ്മുടെ എഴുത്തുകാരൻ നമ്മളോട് പറയുന്നത് എന്താണ്? സാധാരണ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചെറു പ്രാണികൾ, ചെറിയ ചെറിയ വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് കഴിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഭക്ഷണം, അതായത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ആ പ്രാണികൾ കഴിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ വിശപ്പ് താൽക്കാലികമായിട്ട് അകറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പക്ഷിക്ക്, നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ പക്ഷിക്ക് എന്താണ്? ഈ ചിതലുകള് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമുള്ള ഒരു ഭക്ഷണമാണ് എന്നാണ് പറയുന്നത്. അതിൽ അർത്ഥങ്ങൾ പറയുന്നത് ഹവാമേ, വയസ്സേത്തോ ഊഞ്ച ഉടനെ വാല, ഊഞ്ച ഉടനെ വാല എന്നാണ് ഉയരത്തിൽ പറക്കുന്ന പഞ്ചിയും പക്ഷികള്. ഹവാമേ, കാറ്റിൽ, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ്. ബഹുത്സെ കീടെ കീടെ, കീടെ എന്ന് പറഞ്ഞാൽ ചെറു പ്രാണികൾ, മറ്റു പ്രാണികൾ ഉണ്ടാവില്ല അത്. തയർത്തെ ഹുവെ, നീന്തിക്കൊണ്ട്, തയർത്തെ ഹുവെ നീന്തിക്കൊണ്ട്, മിൽ ജാത്തെ ലഭിക്കുന്നു എന്നുള്ളത്. മില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഫോം, ഭൂതകാല ഫോമാണ് മിൽ ജാത്തെ എന്നുള്ളത്. ജിനെ ഖാക്കർ, ജിനെ എന്ന് പറഞ്ഞാൽ അതിനെ കഴിച്ചുകൊണ്ട്, ഖാക്കർ കഴിച്ചുകൊണ്ട്, വേ അവർ, അപ്നി ഭൂഖ്, ഭൂഖ് എന്ന് ഉദ്ദേശിക്കുന്നത് വിശപ്പ്, തോടി ബഹുത്ത് കുറച്ചധികം, ശാന്ത് കർലെത്തി അതായത് അകറ്റാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോ ഈ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായതുകൊണ്ട് തന്നെ അവിടെ അന്തരീക്ഷത്തിൽ തന്നെ ഇവർക്ക് എന്ത് ചെയ്യും? ചെറിയ രീതിയിലുള്ള ചെറു പ്രാണികൾ ഇവർക്ക് കഴിക്കാനായിട്ട് കിട്ടും. ആർക്ക്? ഈ പക്ഷികൾക്ക്. അപ്പൊ അത് കഴിച്ചാൽ തന്നെ ഇവർക്ക് താൽക്കാലികമായിട്ട് വിശപ്പ് അകറ്റാം. എന്നിരുന്നാൽ പോലും ഈ നോജവാൻ പക്ഷി എന്തോ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ലേക്കിൻ ധീമക്കെ സിർഫ് ജമീൻ പർ മിൽത്തെ ഹൈ. പക്ഷെ ആ ഈ ചിതലുകൾ എന്ന് പറയുന്നത് കേവലം എവിടെ മാത്രമേ കിട്ടുള്ളൂ? ഭൂമിയിൽ താഴെ മാത്രമേ കിട്ടുള്ളൂ. അത് അന്തരീക്ഷത്തിൽ ഉണ്ടാവില്ല. ഇത് ആർക്ക് ഇഷ്ടമാണ്? നമ്മുടെ നോജവാൻ പക്ഷിക്ക്, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക് ഈ ഒരു കാര്യം, ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കൂടിയാണ്. ഇതാണെങ്കിൽ അന്തരീക്ഷത്തിൽ കിട്ടൂല, എവിടെ മാത്രം കിട്ടുള്ളൂ? ഭൂമിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി എന്താണ് നോജവാൻ പക്ഷി ചെയ്യുന്നത് എന്ന് നോക്കാൻ പറ്റും. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेते. ഇനി ചിതലുകളെ കുറിച്ച് എഴുത്തുകാരൻ പറയുന്നതാണ്.
ചിതലുകൾ എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് നേരെ മരം വരെ ഇങ്ങനെ പോകുമ്പോൾ മരത്തിൽ നിന്നും ചില്ലുകളിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? അവർ തങ്ങളുടെ വീടുകൾ നിർമ്മിക്കുന്നുള്ളത്. അതായത് ചിതലുകൾ എവിടെയാണ് വീടുണ്ടാക്കുന്നത്? പൊതുവെ മരങ്ങൾ, അതായത് മരം ഉള്ള സ്ഥലത്ത്, മരത്തടികളിലാണ്. നമ്മുടെ വീടുകളിലൊക്കെ വാതിലിലും ഈ ജനൽ കട്ടിലൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ കാണാൻ നമുക്ക് ചിതലുകൾ. ഈ മരം ഉള്ള ഭാഗത്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ചിതലുകൾ തങ്ങളുടെ വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എഴുത്തുകാരൻ അതിനൊന്ന് വിശദീകരിച്ച് പറയുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് മരം വഴി ചില്ലകൾ, ചില്ലയിൽ നിന്ന് പിന്നെന്താണ് ഈ അങ്ങനെ അങ്ങോട്ടും വ്യാപിച്ച രീതിയിലാണ് അവർ എന്തുണ്ടാക്കുന്നത്? ചിതലുകൾ വീടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള സംഭവം നമുക്ക് ചെറിയൊരു നോളജ് തരുന്നത് മാത്രം. लेकिन ऐसे कुछ ही पेड़ होते हैं और वे सब एक जगह ना मिलते. എന്നിട്ട് എഴുത്തുകാരൻ പറഞ്ഞ എന്താണ്? മരങ്ങളിലാണ് ഈ ചിതലുകൾ വീടുകൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ മരങ്ങളിലും ഒരിക്കലും എന്ത് ചെയ്യില്ല? ആ ചിതലുകൾ എന്ത് ചെയ്യുന്ന വീടുണ്ടാക്കുന്നില്ല. ചില പ്രത്യേക മരങ്ങളിൽ മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്? തങ്ങൾക്കുള്ള വീട് നിർമ്മിക്കുന്നത്. ആര്? ചിതലുകൾ. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്? നോജവാൻ പക്ഷി, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി ഇത് പറന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ, വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത് കാണുന്നത്. എന്താണ്? ഭൂമിയിലെ ഒരു കാളവണ്ടിക്കാരന് ഒരു കാളവണ്ടിയുടെ പുറത്ത് എന്ത് ചെയ്യുന്നു? ചാക്കിൽ നിറച്ച് ചിതലുകളുമായിട്ട് പോകുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ആർക്ക്? നമ്മുടെ ചെറുപ്പക്കാരനായ പക്ഷിക്ക് വളരെയധികം ഒരു അത്ഭുതമായി തോന്നി. എന്താണ്? ചിതലുകളും ആളുകൾ വിൽക്കുമോ എന്നുള്ള ഒരു തോന്നൽ അവന്റെ മൈൻഡിൽ ഉണ്ടായി. എന്നിട്ട് എന്താണ് ചെയ്തത്? നോജവാൻ നോജവാൻ പക്ഷി തോന്നി എന്താണ്? യഹ് ബഹുത് ബഡി സുവിധ, വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. ഏക് ആദ്മി ധീമക്കും കോ ബോരെ മേ ഭർക്കർ ബേച്ച് റഹാ ഹൈ. ഒരു മനുഷ്യന് ചിതലുകളെ ഒരു ചാക്കിലാക്കി വിൽക്കുന്നത് തന്നെ ഒരു സുവിധ, വളരെ ഒരു എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. സുവിധ എന്ന് പറഞ്ഞ പ്രശ്നം എന്നും കൂടി അർത്ഥം വരുന്നുണ്ട്. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണല്ലോ, അല്ലെങ്കിൽ ഇത് എന്തോ പ്രശ്നമുള്ള ഒരു കാര്യമാണല്ലോ എന്ന് ചിന്തിക്കും നമ്മുടെ നോജവാൻ പക്ഷി ചിന്തിക്കുകയാണ്. വഹ് അപ്നി ഊഞ്ചായിയാൻ ചോഡ്കർ മണ്ഡറാത്താ ഹുവ നീച്ചെ ഉത്തർത്താ ഹൈ. ആ സമയത്ത് നമ്മുടെ നോജവാൻ പക്ഷി എന്താ ചെയ്യുന്നത്? ഇത് എന്തായാലും ഒന്ന് നോക്കിയിട്ട് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉയരത്തിൽ പറക്കുന്ന ആ നോജവാൻ പക്ഷി മണ്ഡറാക്കർ, തന്റെ ചിറകൊക്കെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് താഴേക്ക് ഭൂമിയിലേക്ക് ഇങ്ങനെ വരികയാണ്. और पेड़ की एक टाल पर बैठ जाता. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവിടെ നേരെ പറന്നു വന്ന് അവിടെ ഉണ്ടാകുന്ന മരത്തിന്റെ കൊമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന. പേടിക്ക് ടാൽ എന്ന് പറഞ്ഞാൽ കൊമ്പ്. ആ കൊമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. ദോനോ കാ സൗദാ തയ ഹോ ജാതാ ഹൈ. ഇവർ അതിന്റെ ശേഷം എന്താ സംഭവിക്കുന്നത്? ഇവർ തമ്മിൽ ആരൊക്കെ? ഈ കാളവണ്ടിക്കാരനും അതുപോലെ തന്നെ നമ്മുടെ നോജവാൻ പക്ഷിയും തമ്മിലുള്ള സംഭാഷണമാണ്. അതായത് ആ സംഭാഷണം ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സംഭാഷണം എഴുതുക എന്ന് പറയുന്ന 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗത്ത് ഇവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതിൽ നമ്മുടെ കാളവണ്ടിക്കാരൻ പറയുന്ന ഡയലോഗ് ഒരു നമ്പർ ഇടുക, നമ്മുടെ നോജവാൻ പക്ഷി പറയുന്ന ഡയലോഗ് മറ്റൊരു നമ്പർ ഇടുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്. എന്താന്ന് നോക്കാം നമുക്ക്. ദോനോക്ക സൗദ തയ ഹുവ. രണ്ടാൾ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഉടമ്പടി. സൗദ എന്ന് പറയുന്നത് ഉടമ്പടി തയ്യാറാകും. എന്താണ് ഉടമ്പടി? അപ്നി ചോഞ്ച് സെ ഏക് पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ 2 धीमके दबाकर वह पक्षी फुर्क से उड़ जाता. അപ്പൊ എന്നിട്ട് ആ പക്ഷിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. എന്താണ്? ആ പക്ഷി അവർ തമ്മിൽ ഉടമ്പടി ആയി. എന്താണ്? ഇത് കൊടുക്കുക, ഒരു ചിറക് കൊടുക്കുക, ചിറകല്ല ഒരു തൂവല് കൊടുക്കുക, അതിന് പകരം 2 എന്ത് വാങ്ങുന്നത്? ഒരു തൂവല് കൊടുക്കുക, 2 ചിതലുകൾ വാങ്ങുക എന്നുള്ള ഒരു ഉടമ്പടി അവർ തമ്മിൽ റെഡിയായി. അവർ സംസാരിച്ച റെഡിയായി. എന്നിട്ട് എന്താ പറയുന്ന? ആ പക്ഷി, എഴുത്തുകാരൻ ആ പക്ഷിയുടെ ഒരു സങ്കടത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? പക്ഷിക്ക് ഒരു തൂവൽ പറിച്ചു കൊടുക്കാൻ ഭയങ്കര വേദനയുണ്ട്. കാരണം അവന്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഒരു വസ്തുവല്ല. പക്ഷെ ആ ഭക്ഷണത്തിന്റെ സ്വാദ്, ഏത് ഭക്ഷണത്തിന്റെ?
ആ ചിതലുകളുടെ സ്വാദ് പക്ഷിക്ക് അത്രയും ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു, ആ വേദന സഹിക്കുന്നു എന്നുള്ളത്. ഇത് നമ്മുടെ സമകാലികമായിട്ട് ജീവിതമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണ്. അതായത് ഫാസ്റ്റ് ഫുഡുമായിട്ടും താരതമ്യം, അതായത് ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാല് നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിൽ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, കൂടുതലാണ് എന്ന് നമുക്ക് അറിയാം. അതായത് ഞാനടക്കമുള്ള നമ്മുടെ മനുഷ്യ സമൂഹത്തിന് അത് അറിയാം. എന്താണ് അത് കഴിക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മളത് കഴിക്കും. ഈ ഒരു സന്ദർഭത്തിന് അതുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിന് ഹാനികരമാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മളത് കഴിക്കും. ഇവിടെയും ആ പക്ഷി ചെയ്ത കാര്യം എന്താണ്, ആ ഒരു തൂവല് പറിച്ചു കൊടുക്കുന്ന നമുക്ക് വേദനയുണ്ട്, നല്ലോണം വേദന സഹിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു തൂവൽ, അതായത് തൂവല് പറിച്ചു കൊടുക്കുന്നത്. പക്ഷെ അവനക്ക് അറിയാം എന്താണ്, ഈ തൂവലുകളെല്ലാം പറിച്ചു കൊടുത്താൽ പിന്നീട് അത് പ്രശ്നമായി തീരുന്നത്. എന്നിരുന്നാൽ പോലും അവന് എന്ത് ചെയ്യുന്നു, ആ ചിതലുകളിലുള്ള ആ ഭക്ഷണത്തിനോടുള്ള ആ ഒരു താല്പര്യം, ഒരു ആഗ്രഹം, ഇഷ്ടം, ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതൊന്നും വകവെക്കുന്നില്ല എന്നുള്ളത്. ഇത് സമകാലിക ജീവിതവുമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്ത്, ഈ പക്ഷി തന്റെ തൂവല് പറിച്ചു കൊടുക്കുന്നു, അതിന് പകരം എന്ത് ചെയ്യുന്നു, ചിതലുകൾ വാങ്ങുന്നു. ഇതിൽ പറയുന്നതാണ് തക്ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ആദ്യം മുതൽ വായിക്കാം പാരഗ്രാഫിന്റെ. ദോനോ കാ സൗദ തയ ഹോത്താ ഹൈ, രണ്ടാളും തമ്മിൽ സൗദ എന്ന് പറയുന്നത് ഉടമ്പടി, തയ ഹോത്താ ഹൈ തീരുമാനമാകും. എന്താണ്, അപ്പിനി ചോഞ്ച് സെ, തന്റെ ചുണ്ടുകൊണ്ട്, ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്, ഏക്ക് പറക്കോ ഒരു തൂവലെടുക്കുക, ഖീഞ്ചിക്കർ വലിച്ചു ഊരി, തോടിനേമേ ഉസേ അത് മുറിക്കാൻ, അതായത് തന്റെ ശരീരത്തിൽ നിന്ന് ഒരു തൂവല്, ഖീഞ്ചിക്കർ തന്റെ ചുണ്ടുകൊണ്ട് വലിച്ചെടുത്ത് അത് ശരീരത്തിൽ നിന്ന് മുറിക്കാൻ വേണ്ടി. ഉസേ തക്ലീഫ് ഹോത്തി ഹൈ, ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പക്ഷിക്ക് ബുദ്ധിമുട്ടാണ്. ലേക്കിൻ പക്ഷേ, ഉസേ വഹ് ബർദാഷ്ത് കർ ലേത്താ ഹൈ, അവൻ അത് സഹിക്കുന്നു. ഉസേ വഹ് എന്ന് പറഞ്ഞാൽ അവൻ, ബർദാഷ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക, കർ ലേത്താ ഹൈ ചെയ്യുന്നു. മുഹ്മേ വായിൽ, മുഹ് എന്ന് പറഞ്ഞ വായ, മേ എന്ന് പറഞ്ഞ ഇൽ, മുഹ്മേ എന്ന് പറഞ്ഞ വായിൽ, ബഡേ സ്വാദ് കെ സാത്ത് വളരെയധികം സ്വാദോട് കൂടി, സ്വാദ് കെ സാത്ത് ഇറ്റ വേർഡാണ്. സ്വാദ് എന്ന് പറഞ്ഞാൽ സ്വാദ്, ടേസ്റ്റ് ഇല്ലേ അത്, കെ സാത്ത് എന്ന് പറഞ്ഞാൽ ഓടൊപ്പം, അതിനോട് കൂടെ എന്നുള്ളത്, സ്വാദോട് കൂടെ. ദോ ധീമക്കെ രണ്ട് ചിതലുകള്, ദബാക്കർ എന്ന് പറഞ്ഞാൽ അമർത്തി പിടിച്ചുകൊണ്ട്, ആ ചുണ്ടിൽ ആ രണ്ട് ചിതലുകൾ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വഹു പക്ഷി ആ വന്നിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി, പുർക്കുസെ ഉർജാത്ത, അവന്റെ വീടിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, അങ്ങനെ പറന്നു വരുന്നു. അപ്പൊ ആ ഒരു രംഗം അവിടെ അവസാനിക്കുന്നു. ഇനി എന്താണ് അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്, അബൂസ് പക്ഷിക്കോ ഗാഡി വാലേസെ ദോ ധീമക്കെ, ഇപ്പോൾ ആ പക്ഷിക്ക് എന്താണ്, ഗാഡി വാലോസെ, ഗാഡി വാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാളവണ്ടിക്കാരന്റെ കൂടെ എന്താണ്, ദോ ധീമക്കെ ഖരീദിന और एक पर देने में बड़ी आसानी मालूम हुई. അത് കുറച്ച് കഴിഞ്ഞപ്പോ, ആദ്യത്തെ 2 ദിവസങ്ങളൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം, തന്റെ ശരീരത്തിൽ നിന്ന് ഒരു തൂവൽ പറിച്ചെടുക്കുക, സ്വന്തമായിട്ട് തന്നെ പറിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതെന്തായി, ആ പ്രയാസമൊക്കെ മാറി. ഇപ്പൊ എളുപ്പത്തിൽ ആര് ഊരി കൊടുക്കാറുണ്ട്, നമ്മുടെ നോജവാനായിട്ടുള്ള പക്ഷി, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി തന്റെ തൂവലുകൾ ഇങ്ങനെ പറിച്ചു കൊടുക്കാറുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞ എന്താണ്, അപ്പൊ ഉസ് പക്ഷിക്കോ, ഇപ്പോൾ ആ പക്ഷിക്ക് എന്താണ്, ഗാഡി വാലേസ് ആ കാളവണ്ടിക്കാരനോട്, ദോ ധീമക്കെ ഖരീദിന് 2 ചിതലുകളെ വാങ്ങാൻ, ഓർ ഏക്ക് പർ ദേന് അതിന് പകരമായി ഒരു തൂവല് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ, ബടി ആസാനി മാലുമുണ്ട് ഇപ്പോൾ വളരെ എളുപ്പമായി തീർന്നു എന്നുള്ളത് പറഞ്ഞു. ആസാനി എളുപ്പം, മാലൂം ഹുയി എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു, അത് ആയി തീർന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 दीमके खरीद लेता. ഈ പക്ഷി എന്നും പതിവായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ചിതലുകളെ വാങ്ങാൻ തുടങ്ങി. അവൻ എപ്പോഴാ വരുന്നത്, ആ പക്ഷി, ദോപഹർക്കെ തീസരെ പഹർ പർ, ദോപഹർക്കെ തീസരെ പഹർ എന്ന് ഉദ്ദേശിക്കുന്നത്
ഉച്ചയുടെ 3-ാം യാമം, അതായത് വൈകുന്നേരത്തോട് കൂടെ അടുപ്പിച്ച് ആ സമയത്താണ് ആര് വരുന്നത്, ഈ പക്ഷി ഇറങ്ങി വരിക. എന്നിട്ട് ഒരു തൂവല് കൊടുത്ത് അതിന് പകരം എന്ത് ചെയ്യും, 2 ചിതലുകളെ വാങ്ങി പോകുന്നത്. അപ്പോ വഹ് റോസ്, അവൻ എന്നും വരുന്നത് ദോപ്പഹർക്ക്, ഉച്ചന്റെ ദോപ്പഹർ നീച്ചെ ഉത്തർത്താ ഹെ, ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, നമ്മുടെ അവിടെ താഴേക്ക് ഇറങ്ങും. ഒരു ഗാഡി വാലേക്കോ, ആ കാളവണ്ടിക്കാരനോട് എന്ത് ചെയ്യും, ഏക്ക് പങ്ക് ദേക്കർ, തന്റെ ഒരു തൂവല്, പങ്ക് എന്ന് പറഞ്ഞ തൂവല് ദേക്കർ കൊടുത്തുകൊണ്ട്, ദോ ധീമക്കെ, 2 ചിതലുകളെ ഖരീദിലേത്താ ഹെ, വാങ്ങും. ഓക്കെ, അപ്പൊ ഇത് ഉച്ച സമയത്താണ് ഇവർ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പൊ ആദ്യം 1 വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് 2 ദിവസം 3 ദിവസമായി, അപ്പൊ അത് സ്ഥിരമായി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫാസ്റ്റ് ഫുഡിന്റെ കാര്യത്തിലും ലഹരിയുടെ കാര്യത്തിലും പറഞ്ഞതുപോലെ തന്നെ അത് കണ്ടിന്യൂ ആയി. അതൊക്കെ എപ്പോഴെങ്കിലും ഉള്ളൂ, പിന്നെ അത് കണ്ടിന്യൂ ആയി. കുച്ച് ദിനോ തക് ऐसा ही चलता रहा. അപ്പൊ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പരിപാടി എന്താണ്, കുറച്ച് ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. എന്ത് പരിപാടി, ചിതലുകള് വാങ്ങുക, അതിന് പകരമായിട്ട് തൂവല് കൊടുക്കുക എന്നുള്ളത്. കുറച്ച് ദിവസത്തിന് ശേഷം എന്താ സംഭവിക്കണം നോക്കാം. കുച്ച് ദിനോ തക് ऐसा ही चलता रहा, കുറച്ച് ദിവസം ऐसा ही, ഇങ്ങനെ തന്നെ, चलता रहा, നടന്നുകൊണ്ടേയിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം, ഉസ്കെ പിതാനെ ദേഖ് ലിയ, അവന്റെ അച്ഛൻ അത് കണ്ടു. ആരുടെ അച്ഛന്, ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിയുടെ അച്ഛന് അത് കാണാനിടയായി. എന്ത് കാണാനിടയായി, ഇവനിങ്ങനെ തന്റെ തൂവലുകൾ കൊടുത്തുകൊണ്ട് ചിതലുകളെ വാങ്ങുന്ന ആ ഒരു സംഭവം കാണാൻ ഇടയായി. ഉസ്കെ പിതാനെ ദേഖ് ലിയ, അവന്റെ അച്ഛന് കണ്ടു, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിയുടെ അച്ഛൻ കണ്ടു. ഉസ്നെ, കുറച്ച് ദിവസം പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോ അതിന് ശേഷം ഒരു ദിവസം അവന്റെ അച്ഛൻ അത് കാണാനിടയായി. എന്ത്, ഈ തൂവലുകൾ പറിച്ചു കൊടുത്ത് ഇവൻ ചിതലുകൾ വാങ്ങുന്നത്. ആര്, നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി, നോജവാൻ പക്ഷി, അത് ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നത് അച്ഛൻ കാണാനിടയായി. അപ്പൊ അച്ഛൻ അവനെ ഉപദേശിച്ചു. എന്താണ്, ഉസ്നെ സംജാനേക്ക് കോശിഷ്കി, അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, സംജാനേക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, കോശിഷ്കി, ശ്രമം നടത്തി. ആര്, അച്ഛനാണ് കേട്ടോ. കി ബേട്ടെ, എന്താണ്, മകനെ, ധീമക്കെ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ, ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള, നമ്മൾ എന്നും കഴിക്കുന്ന നമ്മുടെ സാധാരണ ഭക്ഷണമല്ല, നമ്മളുടെ ഭക്ഷണമല്ല. ഓർ ഉൻകെ ലിയെ അപ്നെ പങ്ക് തോ, അതിനു വേണ്ടി, അതായത് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ആഹാരം അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് തന്റെ തൂവലുകൾ പറിച്ചു കൊടുക്കുക എന്നുള്ളത് ഹർഗിസ് നഹി ദിയേ ജാ സക്തി, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന്. ആ ഡയലോഗ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ്, നമ്മുടെ സ്വാഭാവിക ആഹാരമാണ് ധീമക്ക്, ചിതലുകൾ എന്നും, അതിന് വേണ്ടിയിട്ട് നമ്മൾ തൂവലുകൾ പറിച്ചു കൊടുക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യം അച്ഛൻ പറയുന്ന ഡയലോഗില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. അതിന്റെ അർത്ഥവും അവിടെ നിങ്ങൾ എഴുതിയേക്കുക. ഓക്കെ, ഇതിനും ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്തു നിന്നും എന്ത് വരാറുണ്ട്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു, ആ മകൻക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഏതുപോലെ, നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ഓരോ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാര് നമുക്ക് ഉപദേശിച്ച് തരുന്നത് പോലെ ഈ പക്ഷിയുടെ അച്ഛന് ഒരിക്കലത് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ഇത് കണ്ടപ്പോൾ, സംഭവം കണ്ടപ്പോൾ അച്ഛന് അവനക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്ത്, മകനെ, നമ്മളുടെ ധീമക്ക്, ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ തൂവലുകൾ ഇങ്ങനെ പറിച്ചു കൊടുക്കാൻ ഒരിക്കലും പാടില്ല എന്ന് തന്റെ മകൻക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പൊ മകൻ എന്താ ചെയ്യുന്ന നോക്കാം. ലേക്കിൻ ഉസ് നോജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ, പക്ഷെ ഇത് കേട്ടാ പാട് എന്ത് ചെയ്യുന്നത്, ആ നോജവാൻ, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി വളരെ ഗൗരവത്തോടു കൂടി, ഗർവ് എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിമാനം ഉദ്ദേശിക്കുന്ന, പക്ഷെ ഗൗരവം ആണ് ഇവിടെ സാഹചര്യത്തിന് അനുയോജ്യമായത്. അപ്പോ ആ ഒരു ഗൗരവത്തോട് കൂടി എന്ത് ചെയ്യും, തന്റെ മുഖം കണ്ട് തിരിക്കുന്ന, ഒരു ഭാഗത്ത് തിരിക്കുന്ന, അതായത് അച്ഛൻ പറയുന്നത് മൈൻഡ് ചെയ്യുന്നില്ല, അച്ഛൻ പറയുന്നത് മൈൻഡ് ചെയ്യാത്ത രീതിയിലും ഒരു മുഖം കണ്ട് തിരിക്കുന്ന ആര്, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി. ഉസെ ജമീൻ പർ ഉത്താർക്കർ ധീമക്കെ ഖാനെ കി ചട് ലഗ് ഗയി ഥി. അപ്പൊ അതിനുള്ള കാരണം എന്താണ്, അവനിങ്ങനെ മുഖം തിരിക്കാനുള്ള കാരണം, അവന് ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഈ ചിതലുകളെ കഴിക്കുന്നതിന് എന്തായി തീർന്നു, ഒരു
ചട് എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയായി തീർന്നിരുന്നു. അതായത് ഒരു മത്ത്. നമ്മൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം പ്രതികരിക്കുമല്ലോ. അതിനർത്ഥം എന്താണ്? നമ്മൾ ആ ഭക്ഷണത്തിന്റെ അടിമപ്പെട്ടു പോയി, ലഹരിയിൽ വീണുപോയി എന്നാണ് അർത്ഥം. അത് ചിലപ്പോൾ സാധാരണ ഭക്ഷണമാകാം, ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങളാകാം. ലഹരി പദാർത്ഥങ്ങളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ മറ്റൊരു പേര് പറയും. ഭക്ഷണത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാലും അതിന് മറ്റൊരു പേര് പറയും. ലഹരി പദാർത്ഥങ്ങൾ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് മോശം, ആ രീതിയിൽ പറയും. ഭക്ഷണത്തിന് അടിമപ്പെട്ട് അങ്ങനെ പോയാലും നമ്മൾ വേറെ നല്ല രീതിയിൽ പറയും. പക്ഷെ രണ്ടും ലഹരി തന്നെയാണ്. ഏതൊരു വസ്തുവിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് ലഹരി തന്നെയാണ്. അത്തരത്തില് ഈ പക്ഷിക്കും എന്ത് സംഭവിച്ചു? ഈ ചിതലുകൾ കഴിക്കുന്നത് ഒരു ലഹരിയായി തീർന്നു. അവനക്കതില്ലാണ്ട് പറ്റൂല. മൂപ്പരെന്ത് ചെയ്യും? എന്നും വൈകുന്നേരം ഇറങ്ങും, അവിടെ പോയിട്ട് ഒരു തൂവല് കൊടുത്ത് 2 ചിതലുകൾ വാങ്ങിയിട്ട് മൂപ്പര് കഴിച്ചുകൊണ്ടിരിക്കും. അവനക്ക് എന്തായി തീർന്നു? ഇതൊരു ലഹരിയായി തീർന്നിരുന്നു. അതിൽ ചട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയാണ്. അതൊന്ന് എഴുതിയെടുക്കുക. അപ്പൊ ഉസേ നാത്തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ നാ ഫൽ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ആ പക്ഷിയുടെ? അവനക്ക് മറ്റു കീടങ്ങൾ, അതായത് മറ്റു അവന്റെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഇഷ്ടമല്ല, അതുപോലെ അവനക്ക് പഴങ്ങളും ഇഷ്ടമല്ല. പിന്നെ അനാജ്, അതുപോലെ തന്നെ ഈ ധാന്യങ്ങൾ, അതും അവനക്ക് ഇപ്പൊ ഇഷ്ടമല്ല. അവനക്ക് കേവലം എന്താണ്? ഈ ചിതലുകൾ മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, പച്ചക്കറികള്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്താണ്? പ്രത്യേക എനർജിയും പ്രത്യേക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിന് കിട്ടൂല. അപ്പോ ആ ഒരു കാര്യം, വീട്ടിലെ ഭക്ഷണം ഉപേക്ഷിച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ, അത്തരത്തിലാണ് ഇവന്റെ കാര്യം. ഈ പക്ഷിയുടെയും സാഹചര്യം എന്താണ്? അവൻക്ക് ഇപ്പോ പഴങ്ങളും വേണ്ട, പച്ചക്കറിയും വേണ്ട, ധാന്യങ്ങളും വേണ്ട, അതുപോലെ തന്നെ മറ്റു അവൻ കഴിക്കുന്ന സാധാരണ രീതിയിലുള്ള മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും വേണ്ട. അവർക്ക് വേണ്ട എന്താണ്? ചിതലുകൾ മാത്രമാണ്. അനാജ് കെ ദാനെ ധീമെ കോം കാ ഷോക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ. ഇപ്പോഴവന്റെ സാഹചര്യം എന്തായി തീർന്നിരുന്നു? ആ ചിതലുകൾ എന്ന് പറയുന്ന ഇത് എന്തായിരുന്നു? അവന്റെ മേൽ വലിയ രീതിയിലൊരു ലഹരിയായി മാറിക്കഴിഞ്ഞു. ഇനി ഒരു രക്ഷയില്ല. ചില സ്വഭാവങ്ങൾ എങ്ങനെയാണല്ലോ, നമുക്ക് കുറച്ച് ചിലപ്പോൾ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം. പക്ഷെ ചില സ്വഭാവം എന്താണ്? നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാനേ സാധിക്കൂല. ഓക്കെ. അപ്പൊ അത്തരത്തിൽ ഇവനിക്ക് ഇപ്പൊ എന്താണ്? ഈ നോജവാൻ പക്ഷി, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക് ആ ഒരു ചിതലുകൾ എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ലഹരിയായി മാറിയിരുന്നു. ലേക്കിൻ ऐसा കൈ ദിനോ തക് ചൽത്ത. ഈ ഒരു സംഭവം എന്താണ്? ഈ ചിതലുകൾ വാങ്ങുക, തൂവൽ കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് ഒരുപാട് ദിവസങ്ങളോളം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഉസ്കി പങ്ക് കി സംഖ്യ ലഗാതാർ ഘടത്തി ചലി ഗയി. ഉസ്കെ, അവന്റെ, ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിയുടെ, പങ്ക് കി സംഖ്യ, അതായത് അവന്റെ ചിറകുകളുടെ, അതിലുണ്ടായിരുന്ന തൂവലുകളുടെ എന്തായിരുന്നു? സംഖ്യ, എണ്ണം തുടർച്ചയായി എന്ത് ചെയ്തു? കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അബ് വഹ് ഊഞ്ചായി പർ, ഇപ്പോൾ അവന്, ആർക്ക്? നോജവാൻ പക്ഷിക്ക്, ഊഞ്ചായി പർ, അതായത് ഉയരത്തിൽ. ആദ്യം മൂപ്പര് ഉയരത്തിലൊക്കെ പറഞ്ഞ ആളാണ്. ഇപ്പോൾ മൂപ്പർക്ക് ഉയരത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? അപ്നാ സന്തുലൻ സാത്ത് നഹി സക്ത. തന്റെ ശരീരത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് പറക്കാൻ ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക് ഇന്ന് സാധിക്കുന്നില്ല. എന്താണ് കാരണം? ആ തൂവലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നല്ലോ. തൂവലുകൾ ഉണ്ടെങ്കിലേ പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരെ ഉയരത്തില് ശരീരം ആകാശത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പറക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴാർക്ക് സാധിക്കുന്നില്ല? നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക് അതിന് സാധിക്കുന്നില്ല. നാ ബഹുത് സമയ തക് പങ്ക് ഉസേ സഹാര ദേ സക്തി. അതായത് അതിന് കാരണം നമ്മൾ പറഞ്ഞ എന്താണ്? തൂവലുകൾ കുറഞ്ഞത് കൊണ്ട് തന്നെ അവന്റെ ചിറക് ഒരുപാട് നേരം ആകാശത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനോ ശരീരഭാരം താങ്ങാനോ സാധിക്കുന്നില്ല. ആകാശ് യാത്ര കെ ദൗറാൻ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാനോं, पेड़ों की चोटियों, गुंबदों और बुर्ज पर ഹാഫ്തെ ഹുവെ ബൈഠ് ജാന പഡ്ത. എങ്ങാനും അവന് തങ്ങളുടെ സുഹൃത്തുക്കളും അച്ഛനും മൂത്തര് പറക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് മൂപ്പർക്ക് ഇടക്കിടക്ക് ഏതെങ്കിലും മരത്തിമലോ അല്ലെങ്കിൽ വലിയ കുന്നുകളിലൊക്കെ പോയിട്ട് ഇരിക്കേണ്ട സ്ഥിതി വരും. ആർക്ക്? നോജവാൻ പക്ഷിക്ക്. അതിനുള്ള കാരണം എന്താണ്? അവന്റെ തൂവലുകൾ നഷ്ടപ്പെട്ടു. അവൻ കൂടുതൽ നേരം പറക്കാൻ പറ്റുന്നില്ല.
ശരീരം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ എന്തും സാധിക്കുന്നില്ല, ഒരുപാട് നേരം പറക്കാനും മൂപ്പർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ മൂപ്പർ എന്ത് ചെയ്യും, ആ പറക്കുന്ന ഇടയിൽ മറ്റു പക്ഷികളും ഒത്ത് പറക്കുന്ന ഇടയിൽ ഇടയ്ക്കിടെ എവിടെയെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കുന്നുകളിലോ ഒക്കെ പോയിട്ട് പൊടി നിൽക്കും. ആലോചിക്കുക, നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിച്ച് അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാല് നമ്മുടെ വയറെല്ലാം ചാടി നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പിത്തം പിടിച്ച തടി വരുന്നു. ആ തടി സാഹചര്യം വരുമ്പോൾ പണ്ട് നമ്മൾ കളിച്ചിരുന്നത് പോലെ, ഓടിക്കളിച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മുടെ ശരീരം ചെയ്യാൻ മടിക്കും. അതായത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകും. അതിന് കാരണം എന്താണ്? ഫാറ്റ് ഒക്കെ നിറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അത്തരത്തിലൊരു സാഹചര്യമാണ് ഈ പക്ഷിക്കും ഇവിടെ സംഭവിച്ചത്. പക്ഷി എന്ത് ചെയ്തു? ആദ്യം അച്ഛനെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ, നീ അത് ചെയ്യരുത്, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമാണ് ചെറിയ ചെറിയ പ്രാണികളും ധാന്യങ്ങളും ഫലങ്ങളും ഒക്കെ, അത് നീ കഴിക്കണം, അല്ലാണ്ട് ഇങ്ങനെ തൂവലുകൾ കൊടുത്തുകൊണ്ട് നീ ഒരിക്കലും ചിതലുകൾ വാങ്ങി കഴിക്കരുത് എന്ന് അച്ഛൻ ഉപദേശിച്ചു കൊടുക്കാൻ. പക്ഷെ ആര് കേൾക്കുന്നില്ല? നമ്മളുടെ ചെറുപ്പക്കാരുകൾ പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുന്നു? ആ തൂവലുകളെല്ലാം നഷ്ടപ്പെട്ട് അവനക്ക് ഇപ്പോഴും ഉയരത്തിൽ പറക്കാനും സാധിക്കുന്നില്ല, തന്റെ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇവർക്ക് ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ പറക്കുന്നതിനിടയിൽ ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ കുന്നുകളിൽ പോയി ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों पे, पेड़ों की चोटियों, गुंबदों और बुर्ज पर हाफते हुए बैठ जाना पड़ता। उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते, वह बहुत പിछड़ जाता. അപ്പൊ അത് കാരണം എന്താകും? അവന്റെ ഒപ്പം വരുന്ന, പക്ഷിയുടെ ഒപ്പം വരുന്ന അവന്റെ അച്ഛനും മറ്റു പക്ഷികളൊക്കെ ഒരുപാട് മുന്നോട്ട് നീങ്ങിപ്പോകും, ലോങ്ങിന് അവരെത്തിപ്പോകും. പക്ഷെ ഈ പക്ഷി ഇടക്കിടക്ക് അവിടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടും പറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ പക്ഷി എന്ത് ചെയ്യുന്നു? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നു പോകുന്നു. ഇവരെന്താകും? ഇവർ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ആകും, ഇവർ ഒരുപാട് ദൂരെ എത്തിയിട്ടുണ്ടാകും. वह बहुत पिछड़ जाता, फिर भी दीमक के खाने का उसका शौक कम नहीं होता. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും, അതായത് ഈ പക്ഷികളുമായിട്ട് ഒത്ത് പറന്നു പോകുമ്പോൾ അവരെ കൂടെ എത്താൻ സാധിക്കുന്നില്ല, ശരീരം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, പറക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ പോലും ആ പക്ഷി എന്ത് ചെയ്യുന്നില്ല? ആ ചിതലുകൾ കഴിക്കാനുള്ള ആ ഒരു ലഹരി അവനത് മാറ്റുന്നില്ല, അവനത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. धीमके के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. എന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആ ചിതലുകൾ കഴിക്കാനുള്ള ആ ലഹരി അവനെ അടിമപ്പെട്ട് കഴിഞ്ഞു. ഈ അവന് എന്നും ചെയ്യുന്നത് പോലെ തന്നെ തൻ്റെ ഒരു തൂവല് ഊരി കൊടുത്ത് ആ ചിതലുകൾ വാങ്ങുന്ന ആ ഒരു പ്രവണത, ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു? തുടർന്നുകൊണ്ടേയിരുന്നു. ഉസ്നെ സോച്ച, പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങനെയൊക്കെ ഇതിനു ശേഷം അവൻ ചിന്തിച്ചു, എന്താണ്? ആസ്മാൻ മേ ഉഡ്താ ഹി ഫിസൂൽ ഹൈ, വഹ് മൂർഖ കാ കാം ഹൈ. അതായത് फिर उसने सोचा कि आसमान में उड़ना ही फिजूल है, वह मूर्ख का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. ആര്? ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ്? ഈ ആകാശത്തിൽ പറക്കുന്നത് ഒരു വിഡ്ഢിത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസൂൽ ഹൈ, അത് വിഡ്ഢിത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സംഭവം? അപ്പൊ അവനക്ക് പറക്കാൻ പറ്റുന്നില്ല. പറക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ, എന്തിനാ പറക്കുന്നത്, എന്തിനാ ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. പണ്ട് പറന്ന് ഓടിച്ചാടി നടന്നിരുന്ന ആ ഒരു സമയത്ത് നമുക്കത് രസമായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒരു നിശ്ചിത ഏജ് കഴിയുമ്പോൾ മനുഷ്യന്മാരുടെ, നമ്മളെ കാര്യം തന്നെ നോക്കാം, അതായത് നമ്മളൊരു ചെറുപ്പ കുട്ടിക്കാലത്തെല്ലാം ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഒരു നിശ്ചിത ഏജ് ഒക്കെ കഴിഞ്ഞ് കല്യാണം കാണുന്ന സംഭവം കഴിഞ്ഞാല് അവർക്ക് ഒതുങ്ങിപ്പോകും. പിന്നെ എന്തിനാ കളി, എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണത് എന്നൊക്കെ ചിന്തിക്കും. അതായത് എന്തിനാ ശരീരം ഇളകുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ എന്താണ്? നമ്മൾ അതിന് മറ്റൊരു കാര്യത്തിന് നമ്മൾ അഡിക്റ്റ് ആയി പോകുന്നതാണ്. അത് വേറൊരു സാഹചര്യം. ഓക്കെ. അപ്പൊ അത്തരത്തിൽ ഈ പക്ഷിയും ചിന്തിക്കുന്നത് എന്താണ്? നമ്മള് എന്തിനാണ് ഇപ്പൊ എനിക്ക് ഈ ചിറകുകള്, അതിനൊന്നും ആവശ്യമില്ലല്ലോ, ഇനിയിപ്പൊ എനിക്ക് ഇതിൽ ആകാശത്തിൽ പറക്കുന്ന വെറും വിഡ്ഢിത്തമല്ലേ, അവിടെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാന്നൊക്കെ ആര് ചിന്തിച്ചു പോകുന്നതാണ്? നമ്മൾ ചെറുപ്പക്കാരനായിട്ടുള്ള ആ നോജവാൻ പക്ഷി ചിന്തിച്ചു പോകുന്നത്.
वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. ഇപ്പോൾ ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിയുടെ സാഹചര്യം എന്താണ്? അവനിക്ക് കേവലം ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിലേക്ക്, മരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശ്ചിത വലുപ്പം എന്ന്, ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആർക്ക്? ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക്. കാരണം അവൻ എന്താണ് അതിന്റെ കാരണം? അവന്റെ തൂവലുകളൊക്കെ തീർന്നു പോയി ഒരു വിധം. അവനക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റൂല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? കേവലം ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് മാത്രമേ അവനക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ. ആരെ കുറിച്ചാ പറഞ്ഞത്? ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിയെ കുറിച്ചിട്ട്. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗയി. അപ്പൊ മെല്ലെ മെല്ലെ എന്ത്? അവനക്ക് ഈ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കാനുള്ള ആ ശക്തി, ആ ഊർജം പോലും കുറഞ്ഞുകൊണ്ടേയിരുന്നു. അവനക്ക് ഇപ്പോൾ സാധിക്കാത്ത രീതിയിലായി. और एक समय वह आया जब वह मुश्किल से पेड़ की एक टाल से लगी हुई दूसरी टाल पर चलकर फुदक कर पहुंचता, लेकिन धीमके खाने का शौक नहीं छूटा. പിന്നെ ഇങ്ങനെയൊക്കെ നടന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി വന്നു. ഏത് സാഹചര്യം? അവനക്ക് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക്, ഒരു മരത്തിലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അങ്ങോട്ടേക്ക് നടന്നു പോകേണ്ട ഒരു സ്ഥിതി ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷിക്ക് സംഭവിച്ചു. അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യത്തിൽ പോലും അവൻ എന്ത് ചെയ്യുന്നില്ല? ധീമക്കെ ഖാനെ കാ ഷോക്ക് നഹി ഛോഡ്ത. ചിതലുകൾ കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹം അവൻ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കുന്നില്ല. ഇപ്പോഴും അവൻക്ക് ചിതലുകൾ കഴിക്കണം. ആ ഒരു പിടിവാശി തന്നെയാണ് മൂപ്പര്. बीच बीच में गाड़ी वाला बुत्ता दे जाता, वह कहीं नजर में न आता, പക്ഷി उसके इंतजार में बुलता रहता. അപ്പൊ ഇടയ്ക്കിടെ ഇപ്പൊ ഈ കാളവണ്ടിക്കാരന് പറഞ്ഞല്ലോ എന്നും വരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പക്ഷിക്ക് സുഖമില്ലാണ്ടായിട്ടുള്ള ഒരു സ്ഥിതിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിക്കാരൻ ഇടയ്ക്കിടെ മുപ്പരെ കാണാറില്ല. ഇടവിട്ട് മുപ്പരൊക്കെ വരുള്ളൂ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാറുള്ളൂ. അതാ പറഞ്ഞ എന്താണ്? ബീച്ച് ബീച്ച് ഇടയ്ക്കിടെ ഗാഡിവാല, നമ്മളെ കാളവണ്ടിക്കാരനായിട്ടുള്ള ബുത്ത ദേ ജാത്ത, അവൻ എന്ത് ചെയ്യും? അതായത് അവനക്ക് കൊടുക്കാൻ തോലുകൾ ഇല്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും? കടം കൊടുക്കും. ബുത്താന്തേശൻ കടം കൊടുക്കും. ആ പക്ഷി കടമായിട്ട് ചിതലുകൾ വാങ്ങാൻ തുടങ്ങി. അത് തോലുകളൊക്കെ നശിച്ചില്ലാണ്ടായി. കുറച്ച് കടമായിട്ടും ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത് വാങ്ങാൻ തുടങ്ങി ചിതലുകൾ. ആര്? ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി. വഹ് കഹി നസർ മേ ന ആത. അപ്പൊ ഇവന് ഇപ്പോ എന്നും നമ്മളിപ്പോ ആദ്യം പൈസ കിട്ടിയിരുന്ന സ്ഥലത്ത് പൈസ കിട്ടാണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? അവിടെ പിന്നെ ആ ഭാഗത്തെ കൂടുതൽ മൈൻഡ് ചെയ്യില്ലല്ലോ. അതുപോലെ ഈ കാളവണ്ടിക്കാരന് അതുവഴിയുള്ള യാത്ര, അതായത് ഈ പക്ഷി താമസിക്കുന്ന ആ വഴിയുള്ള യാത്ര ഇപ്പൊ ഉപേക്ഷിച്ചു. ഇപ്പൊ ഇടയ്ക്കിടെ മാത്രമേ പോകാറുള്ളൂ. ആദ്യം സ്ഥിരമായിട്ട് പോയിരുന്ന വഴിയായിരുന്നു. ഇപ്പോ ഇടയ്ക്കിടെ മാത്രമേ പോകാറുള്ളൂ. കാരണം എന്താണ്? ആ പക്ഷിന്റെ അടുത്ത് പൈസ എല്ലാം തീർന്നു. അതായത് അവന്റെ ഉണ്ടായിരുന്ന തൂവലുകളെല്ലാം തീർന്നു പോയി. ഇനി അവന്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പം കടം വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ കച്ചവടം കൂടുതൽ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ആ കാളവണ്ടിക്കാരൻ എന്ത് ചെയ്യും? അതുവഴി പോക്ക് ഇടയ്ക്കിടെ ആക്കും, കുറയ്ക്കണം. പക്ഷെ പക്ഷി എന്ത് ചെയ്യും? എന്നും അവനെ കാത്തു നിൽക്കും. ആരെ? ആ കാളവണ്ടിക്കാരൻ. അതിനെന്താണ്? അവനക്ക് ഇപ്പോഴും ആ ലഹരി, ചിതലുകൾ കഴിക്കുന്നതിന് ആ ലഹരി ഉണ്ടല്ലോ, അതിപ്പോ അതിന്റെ ഒരു അടിമപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവനക്ക് അതില്ലാണ്ട് കഴിയാത്തൊരു സ്ഥിതിയാണ്. ഓക്കെ, അപ്പൊ ആര് വെയിറ്റ് ചെയ്യുന്നതാണ്? ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി നമ്മളെ കാളവണ്ടിക്കാരനെ കാത്തു നിൽക്കുന്നതാണ്. लेकिन धीमकों का शौक जो उसे था उसने सोचा. നമ്മൾ പറഞ്ഞെന്താണ്? അവനൊരിക്കലും ഇതൊക്കെ നടന്നു കഴിഞ്ഞ് അവൻ ഇടയ്ക്കിടെ കാളവണ്ടിക്കാരനെ കാണാണ്ടായപ്പോൾ മൂപ്പരൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആര്? ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്? मैं खुद धीमके ढूंढूंगा. എനിക്ക് സ്വന്തമായിട്ട് ഈ ചിതലുകളെ തിരഞ്ഞൂടെ എന്ന്